ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം നമ്മൾ കറക്റ്റ് 4 മണിക്ക് ഇന്ന് ജിമ്മിലെത്തിയായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പുള്ളാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് പുള്ളപ്പിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള വർക്കൗട്ടിലേക്ക് പോവുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ജിമ്മിലെത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പുള്ളപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല രസമാണ്. അപ്പം പുള്ളപ്പിൽ എന്തേ നമ്മൾ ട്രൈ ചെയ്യുന്നത് ചോദിച്ചാൽ കുറേ ആയി പുള്ളപ്പ് കുറച്ചും കൂടെ കൂടുതൽ എടുക്കാൻ നോക്കുന്നു, പക്ഷേ പറ്റുന്നില്ല. അപ്പോൾ ഇനി മുതൽ നമ്മൾ വാമ്പിൻ്റെ ഒപ്പം തന്നെ പുഷപ്പും പുള്ളപ്പും ട്രൈ ചെയ്യണം. അത് ഏത് വർക്കൗട്ട് ആയിക്കോട്ടെ നമ്മൾ ട്രൈ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് നടക്കാൻ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതിനെ സ്ഥിരമാക്കിയിട്ട് അതിൻ്റെ ഒപ്പം പുഷപ്പും പുള്ളപ്പും ചെയ്യണം. നമ്മൾ എപ്പോഴും പറയാനുള്ളത് പോലെ നമ്മളെ പുള്ളപ്പാറ് ഇതാണ്. ഈ മെഷീനിലാണ് നമ്മൾ പുള്ളപ്പ് ചെയ്യുക. ഓക്കെ, ഇതിൽ നമുക്ക് കുറേ വേരിയേഷൻസ് ഉണ്ട്. വൈഡ് ഉണ്ട്, ഏറ്റവും വൈഡ് ഇതാണ്. അതിൻ്റെ കുറച്ചടുത്ത് ഇത് പറഞ്ഞാൽ ഏറ്റവും ക്ലോസ് ആയിട്ടില്ല. അധികം വൈഡിലാണ് എടുക്കൽ. അതായത് ഇതിൽ ഞാൻ എടുക്കില്ല. ഇതിലും മൂന്നിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏതധികം പോലെന്ന്. ഓക്കെ, ഇതിൽ 5-നപ്പുറം പോകുന്നില്ല. പക്ഷെ നമ്മളത് നോക്കി ഇനി നമുക്ക് വൈഡിൽ നോക്കാം, ഏറ്റവും വൈഡിൽ നോക്കാം എത്ര എണ്ണം പോലെന്ന്. അപ്പോൾ നമ്മളിത് 3 സെറ്റായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലും നമുക്ക് 5 എണ്ണം മാത്രമേ പോകുന്നുള്ളൂ. എനിക്കൊന്ന് ക്ലോസ് ആയിട്ട് പിടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അറിയില്ല, ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കി വെക്കാം. ക്ലോസ് ഗ്രിപ്പിൽ നിന്ന് കൈ വഴുതി പോകും, കിട്ടുന്നില്ല. ഏറ്റവും കുറവെടുത്ത ക്ലോസ് ഗ്രിപ്പിലാണ്. അതിനെക്കാട്ടും കൂടുതലെടുത്ത് മറ്റേ 3 തരും. സോ നമുക്ക് ലാറ്റ് പുൾ ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പുള്ളപ്പതിൻ്റെ നമ്മൾ അതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പുള്ളപ്പ് അധികം പോകാത്തതുകൊണ്ടാണ് ലാറ്റ് പുൾ ഡൗണിൽ ചെയ്യുന്നത്. ഇപ്പം പുള്ളപ്പ് അല്ലെങ്കിൽ ലാറ്റ് പുൾ ഡൗൺ ആണ്. അപ്പം നമുക്ക് പുള്ളപ്പ് എന്തായാലും അത്രേ പോകുന്നുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് തന്നെ ലാറ്റ് പുൾ ഡൗൺ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും തുടങ്ങാം. നമ്മളെ നെക്സ്റ്റ് വർക്കൗട്ടാണ് സീറ്റഡ് റോ. അപ്പം നമ്മൾ ഇതിട്ടിട്ടാണ് നമ്മൾ സീറ്റഡ് റോ ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പം ലാറ്റ് പുൾ ഡൗൺ കഴിഞ്ഞിട്ട് ഇപ്പം 1 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പം ഇപ്പം തന്നെ സീറ്റഡ് റോ സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്ത് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത വർക്കൗട്ട് ചെയ്യാൻ.
ഫസ്റ്റ് കളിയുണ്ട്, ഇനിയാണ് വെയിറ്റ് കൂട്ടി പോവുക. ഓക്കെ, നെക്സ്റ്റ് വർക്കൗട്ട് എപ്പോഴും പറയുന്ന പോലെ, എപ്പോഴും കാണിക്കുന്ന പോലെ ടീ ബാറ. അതിൽ നമ്മൾ 15 ഇട്ടിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞാലും 15 ഇട്ട്. അപ്പം 15 നമുക്ക് ഫുള്ളായിട്ട് പോകണം. ഓക്കെ, ട്രൈ ചെയ്യാം. Six. Yeah. കറക്റ്റാണ്. കുറച്ചും കൂടെ നല്ല വൃത്തി സെറ്റ് കൂട്ടിയാൽ മതി ഗൈസ്. അപ്പം ഇത് നമ്മൾ കോറിൻ്റെ വർക്കൗട്ടാണ്. അപ്പം നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാം. സോ ഞാൻ ആപ്സ് കളിക്കുന്ന ബെഞ്ചിലെടുക്കുക, ട്രൈപ്പോഡ് വെച്ചില്ല. അപ്പം ആൾ കാത്തിക്കുന്നുണ്ട് ആപ്സ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വേഗം എഴുതി തീർക്കാം. ഓക്കെ, സോ അപ്പം നമ്മളെ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് വെച്ചാൽ ബൈസെപ്സാണ്. അപ്പോൾ നമ്മൾ ബാറയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും തുടങ്ങാം. ഇത് അത്യാവശ്യം നല്ലോണം പോയി. ലാസ്റ്റ് ആ ഫൈനൽ വർക്കൗട്ട് റോപ്പിൽ ഹാമർക്കൾ. ഇത് ഇപ്പം എനിക്ക് ട്രാക്കിലെത്തിക്കൊണ്ടുണ്ട്, അതായത് കൂടുതൽ അടിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം പോകുന്നുണ്ട്. എന്തായാലും ഇത് നമുക്ക് ഫിനിഷ് ചെയ്യാം. അതായത് ഇത് ലാസ്റ്റ് സെറ്റല്ലേ. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. അപ്പം ഞാൻ ഇന്ന് ക്യാപ്പ് ഇട്ടിട്ടല്ല വർക്കൗട്ട് ചെയ്തത്. ഇത്രയും നാൾ ഞാൻ ക്യാപ്പ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ക്യാപ്പ് ഇല്ലാണ്ട് വീഡിയോ ചെയ്യാൻ എന്തോ ഒരു ഡിസ്കംഫേർട്ട് പോലെ തോന്നി. പക്ഷേ ക്യാപ്പ് വെച്ചുകൊണ്ടിരുന്ന ഉള്ള മുടിയും കൂടെ പോവും. ഇപ്പം നല്ലോണം മുടി പോയിട്ടുണ്ട്. ഞാൻ ബാക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ പുള്ളപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാക്കിലെ മുടി നോക്കിയാൽ കാണാം, ഫുള്ള് അത്യാവശ്യം നല്ല രീതിക്ക് മുടി പോയിട്ടുണ്ട്. എനിക്ക് +2 ടൈമിൽ നല്ല മുടി എന്ന് വെച്ചാൽ നല്ല മുടി ഉണ്ടായിരുന്നു, നല്ല ഉള്ളുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഒരു 22 വയസ്സ് കഴിഞ്ഞ ഉടനെ 22 വയസ്സല്ല 21 വയസ്സ് കഴിഞ്ഞ ഉടനെ എനിക്ക് മുടി കൊഴിച്ചിൽ തുടങ്ങി. ഇപ്പം ഈ രണ്ട് സൈഡിൽ നിന്ന് കയറാൻ തുടങ്ങി, അതുപോലെ തന്നെ ബാക്കിൽ നിന്നും കയറാൻ തുടങ്ങി. ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, അതായത് മുടി കൊഴിയുന്നതായിട്ട് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ ഉണ്ട്. അപ്പം ഞാൻ ചിലപ്പം മിനോക്സിഡിൽ ചിലപ്പം യൂസ് ചെയ്യാൻ പോവും. അല്ലെങ്കിൽ നമ്മൾ മുടി
പോകുന്നത്ര വരെ പോട്ടെ, പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത വർക്കൗട്ട് ബാക്കും ബൈസ് ആയിരുന്നു. അപ്പോൾ അത് രണ്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അത് ഏത് സ്പോർട്സ് കാര്യങ്ങളായിക്കോട്ടെ, അത് ഫുട്ബോൾ ആയിക്കോട്ടെ, ഹോക്കി ആയിക്കോട്ടെ, ഇനി ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, എന്ത് തരം ഫിറ്റ്നസ് ആക്ടിവിറ്റികളായിക്കോട്ടെ, നമുക്ക് ചില സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പിയാവും ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും. അതുപോലെ ഞാൻ ഹാപ്പിയാണ്. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് വെച്ചാൽ ബൈസെപ്സിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് ഞാൻ ബൈസെപ്സ് മാത്രം ട്രെയിൻ ചെയ്യാറില്ല, നമ്മളെല്ലാം ട്രെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ ബൈസെപ്സിനാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുക. നല്ലോണം ഞാൻ എഫേർട്ട് ഇട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരേ ഒരു ബോഡി പാർട്ടാണ് ബൈസെപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പ് പോകുമ്പോൾ ആയിരിക്കാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അതായത് ആർട്ട്, അതായത് വരക്കുന്നതിലായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിലായിരിക്കാം നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുക. അതുപോലെ തന്നെ ജിമ്മിന് പോകുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കുറേ കൊല്ലമായിട്ട് പോകുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനം. അതുപോലെ എനിക്ക് ഇന്ന് ബൈസെപ്സ് വർക്കൗട്ടും കഴിഞ്ഞു ബാക്കിൻ്റെ ഒപ്പം. അപ്പം എന്താ അറിയില്ല, നല്ല സമാധാനമുണ്ട്, നല്ല സന്തോഷമുണ്ട്. ഓക്കെ, അതാണ് ജിമ്മിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ജിമ്മിന് പോയിട്ട് തുടങ്ങുമ്പോൾ മടിയെന്ന് വെച്ചാൽ നല്ല മടിയായിരുന്നു. പക്ഷേ അതായത് +1 +2 കാലഘട്ടത്തിൽ നല്ല മടിയെന്ന് വെച്ചാൽ നല്ല മടിയായിരുന്നു. ഞാൻ എങ്ങനെയാണ് ജിമ്മ് സ്കിപ്പ് ചെയ്ത് തീരുമെന്നുള്ള മൈൻഡിലാണ് പോലെ. അതായത് ഒരാഴ്ചയിൽ ഒരിക്കൽ പോയാൽ പോയി എന്നുള്ള ആ ഒരിതാണ്, അതായത് +2 സമയത്ത്. പിന്നെ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് 3 വർഷം കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ജിമ്മിന് പോകുന്നത്. അപ്പം അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 3 മാസം ഞാൻ കറക്റ്റായിട്ട് ജിമ്മിന് പോയി. 4ാമത്തെ മാസം മുതൽ ജിമ്മ്, എക്സസൈസ് കാര്യങ്ങൾ എൻ്റെ ലൈഫിൻ്റെ ഭാഗമായി. ഓക്കെ, സോ നിങ്ങളും നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക. എക്സസൈസ് കാര്യങ്ങൾ ഒരു ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കുക. അതെന്തായാലും നിങ്ങൾക്ക് ഗുണമേ ചെയ്യുള്ളൂ ഭാവിയിൽ. ഓക്കെ, സോ അപ്പം ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.